റെസിപ്പി ചിരങ്ങ അല്ലെങ്കിൽ ചുരയ്ക്കനെ കൊണ്ട് ഒരു പുളിശ്ശേരിയാണ്. സാധാരണ നമ്മൾ ചിരങ്ങനെ കൊണ്ട് ഒന്നെങ്കിൽ താളിക്കും അല്ലെങ്കിൽ പരിപ്പിട്ട് കറി വെക്കും. അപ്പം ഇങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചിരങ്ങ നന്നായിട്ട് കഴുകി തോലൊക്കെ കളഞ്ഞെടുത്താണ്. അപ്പോൾ തോല് കളയുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ച കളർ പോയിന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കയ്പ്പ് രുചി വരും. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുരു മുഴുവനായിട്ട് കളയണമെന്നില്ല കേട്ടോ. ഇളയ ചിരങ്ങയാണെങ്കിൽ അത് ഭയങ്കര ഇളയ ചിരങ്ങയാണ്, അതുകൊണ്ടാണ് കുരു മുഴുവനായിട്ട് കളയാഞ്ഞത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ 4 വരെ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൺചട്ടി ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് കൂടും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി 1.5 കപ്പ് വെള്ളം ഒഴിക്കുക. ഈ ചിരങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് 2 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വിസിലടുപ്പിച്ചെടുക്കുക. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി 1/2 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അത് അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മിക്സിൻ്റെ ഇതിനനുസരിച്ച് ഒഴിക്കുക. അപ്പോൾ ആ ചിരങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരപ്പിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ കറി മൊത്തത്തിൽ വെള്ളം കൂടും, അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് ഉലുവ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുക്കുക. ഉലുവൻ്റെ പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ട തൈര് നമുക്ക് ഒരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ വേവിച്ചെടുക്കണം. എന്നിട്ട് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ആവി വരുന്നവരെ വേവിക്കുക. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. തൈര് ഒഴിച്ചാൽ തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ അപ്പോൾ ഓഫാക്കുക. ഇനി നമുക്കിത് വറവിടാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനോ എന്താ വെച്ചാൽ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില നേരത്തെ ഇടുക, ഇപ്പോഴും ഇടേണ്ടി വരും കേട്ടോ. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ പൊട്ടിക്കുന്നത്. കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പോഴും കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലൊരു സൗണ്ടൊക്കെ വരും. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടാണിത് സെർവ് ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ ഈ കടുക് പൊട്ടിച്ച് അതേ പാത്രത്തിലേക്ക് കുറച്ച് കറി ഒഴിച്ച് തിരിച്ച് മറിച്ച് ഒഴിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.